കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിസ്തുല്യമേറിയ തൻ്റെ നിണത്താൽ വീണ്ടെടുക്കൽ പ്രാപിച്ച ദൈവജനത്തോട് ചേർന്ന് മാത്രമല്ല, എൻ്റെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ വാത്സല്യ മിത്രങ്ങളോടും ചേർന്ന് സർവശക്തനായ ദൈവത്തെ സ്തുതിപ്പാൻ ഒരുക്കപ്പെട്ട നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രഭാതം എല്ലാവർക്കും അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു രാജാവായി പിറന്നത് എന്നൊരു ചോദ്യമാണ് നമ്മുടെ ആദ്യത്തെ പ്രമേയം എന്ന് പറയുന്നത്. അതിനനുസൃതമായി രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്നത്തെ അതിൻ്റെ അടുത്ത പോയിന്റ്, അതായത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, 3 ശുശ്രൂഷകൾ ഒരുമിച്ച് ചെയ്യാൻ അവതരിപ്പിക്കപ്പെട്ട വ്യക്തിത്വമാണ് യേശുക്രിസ്തു. ഏതൊക്കെയാണ് ആ 3 പ്രധാനപ്പെട്ട മേഖലകൾ? 1 പ്രവാചകൻ, 2 പുരോഹിതൻ, 3 രാജാവ്. പഴയ നിയമത്തിൽ ഒരാൾക്ക് ഒരേ സമയം 3 പദവി പറ്റില്ല. എന്നാൽ പുതിയ നിയമത്തിൻ്റെ വക്താവായി മാനവരക്ഷയുടെ പരിഹാരത്തിനായി മാനവജാതിയെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുവാൻ സ്വർഗത്തിൻ്റെ സകല മണിമകുടങ്ങളെയും വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് വന്ന യേശു ക്രിസ്തു ഇവിടെ 3 പദവികളാണ് കൈകാര്യം ചെയ്യുന്നത്. 1 പ്രവാചകനാണ്. എന്താണൊരു പ്രവാചക ദൗത്യം? ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് ജനത്തോട് ദൈവത്തിൻ്റെ നാവായി ഇടപെടുന്ന വ്യക്തിത്വത്തെയാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. എന്നാൽ ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. പുരോഹിതൻ ജനത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് ദൈവത്തോട് സംസാരിക്കുന്ന വ്യക്തിത്വമാണ് ഒരു പുരോഹിതൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ആവർത്തിക്കാം. ഒരു പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് ജനത്തിന് ദൂത് കൈമാറുന്ന വ്യക്തിത്വമാണ് പ്രവാചകൻ. എന്നാൽ ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ജനത്തിൽ നിന്ന് പ്രാപിക്കുക, അവരുടെ പാപങ്ങൾ, അവരുടെ പ്രായശ്ചിത്തങ്ങൾ, അതുമായി ദൈവസന്നിധിയിലേക്ക് വന്നിട്ട് ദൈവത്തോട് അപേക്ഷിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് സംസാരിക്കുന്ന വ്യക്തിത്വമാണ് പുരോഹിതൻ. ഇനി അടുത്തത് 3ാമത്തെ പദവി രാജാവാണ്. ജനത്തെ ഭരിക്കുക എന്ന പദവിയാണ് ഒരു രാജാവിൻ്റെ. എന്നാൽ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ഈ 3 പദവികളും വഹിച്ചു. പഴയ നിയമത്തിൽ ഒരു പ്രവാചകൻ പ്രവാചക ദൗത്യം ചെയ്യുമ്പോൾ, ഒരു പുരോഹിതൻ പൗരോഹിത്യ ദൗത്യം ചെയ്യുമ്പോൾ, ഒരു രാജാവ് രാജധർമ്മം ചെയ്യുമ്പോൾ, അതിന് 3 പദവികൾക്കും 3 വ്യത്യസ്തരായ ആളുകളെ നിയമിച്ചാക്കി വെച്ചുകൊണ്ടിരുന്നപ്പോൾ, പുതിയ നിയമത്തിലേക്ക് പ്രവേശിച്ച നമുക്ക് ലഭിക്കപ്പെട്ട പദവി, ഭാഗ്യം, ഇത് 3ഉം ഒറ്റ ഒരാൾ, അതായത് നമ്മുടെ ആരാധ്യ പുരുഷനായ നമ്മുടെ അപ്പനായ യേശു ക്രിസ്തുവാണ്. പ്രവാചകനായി എന്ന് രേഖപ്പെടുത്തുവാൻ കാരണം ദൈവത്തിൻ്റെ വചനം കൊണ്ടുവന്നു എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഇടയിൽ വാരി വിതറുവാനിടയായി. 2ാമതൊരു പുരോഹിതനായി ക്രിസ്തു വിളങ്ങുകയാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലായി നമുക്ക് വേണ്ടി
തകർക്കപ്പെട്ട മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തെ പരിഹരിപ്പാൻ കഴിവുള്ളവനായി അവതരിച്ച നസ്രയനായ യേശു ക്രിസ്തു സ്വയം യാഗമായി തീരുവാനിടയായി. 5 മതക്കോടതികൾ 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും നീതിമാനിൽ ഒരു കുറ്റം ഇല്ല എന്ന് സമൂഹം ഒന്നടങ്ക വിധിയെഴുതിയിട്ടും സ്വയം യാഗമായി തീരുവാനിടയായി. കാരണം നമുക്കറിയാം, പഴയ നിയമത്തിൽ പുരോഹിതൻ പ്രായശ്ചിത്തം ചെയ്യുന്ന രക്തം എടുത്ത് അതിപരിശുദ്ധമായ സ്ഥലത്തിലേക്ക് കയറിപ്പോകുകയാണ്. ആ പുരോഹിതന്റെ അരയിൽ ഒരു ചങ്ങല കെട്ടി, അവിടുന്ന് ഒരു കയറ് കെട്ടി അങ്കണത്തിൻ്റെ അകത്ത് പുറത്തേക്കിടും. എന്തിനാണെന്നറിയാമോ? ഈ മാനവജാതിയുടെ പാപം കരത്തിലേന്തി അതിൻ്റെ പ്രായശ്ചിത്തത്തിനായി ആ കൃപാസനമുള്ള അതിപരിശുദ്ധമായ സ്ഥലത്ത് ചെല്ലുമ്പോൾ പുരോഹിതനിൽ ഏതെങ്കിലും പാപമുണ്ടെങ്കിൽ അവനവിടെ മരിച്ചു വീഴുകയാണ്. എന്നതുപോലെ സ്വയം യാഗമായി തീരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം പാപത്തിൻ്റെ പ്രായശ്ചിത്തം സ്വന്തം തോളിലേറ്റി നമുക്ക് വേണ്ടി കാൽവറിയുടെ കുലക്കളത്തിലേക്ക് നടന്നു നീങ്ങി പരമയാഗമായി തീർന്ന നസ്രയനായ യേശു ക്രിസ്തു, അതാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. അടുത്തത്, മൂന്നാമത് യേശു ക്രിസ്തുവിൽ ആവസിച്ചിരുന്ന മറ്റൊരു പദവിയാണ് രാജാവ് എന്ന പദവി. കാരണം വെളിപ്പാട് 19:16 ആസ്പദമാക്കി നാം വായിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. അവൻ പുരോഹിതനായി മാത്രം വന്നിരുന്നുവെങ്കിൽ നമ്മുടെ പാപം ക്ഷമിക്കുകയില്ലായിരുന്നു. ഭരിക്കാനായി മാത്രം വന്നിരുന്നുവെങ്കിൽ ഒരിക്കലും ഭരണം നടക്കുകയില്ലായിരുന്നു. പാപം നീക്കാൻ രക്തമില്ല, അതുകൊണ്ട് അവനും ഇതെല്ലാം ആകേണ്ടി വന്നു. ഈ പ്രഭാതത്തിൽ നമ്മുടെ പാപത്തെ നീക്കുവാൻ, നമ്മുടെ ശാപത്തെ ക്ഷമിക്കുവാൻ പരമയാഗമായി തീർന്ന ഒരു നല്ല പുരോഹിതനായ ആ രാജാതി രാജാവിനെ ഈ പ്രഭാതത്തിൽ നമ്മുടെ ശിരസ്സുകൾ ഉയർത്തി കാണാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോ സാമുവേൽ.